കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ രംഗത്ത്. ഇപ്രാവശ്യത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായ ആനുകാലിക സംഭവ വികാസങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിനും സൃഷ്ടിച്ചിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ വലുതാണെന്നും അസോസിയേഷൻ വിലയിരുത്തി. അതേസമയം വിവിധ രാജ്യങ്ങളിലെ സർവകലാശാലകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവരുമായി സഹകരിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളെ കൂടുതൽ സജീവമാക്കുമെന്നും വിശദമാക്കി. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ ത്വരിതപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണമെന്ന് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. ഇപ്രാവശ്യത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായ ആനുകാലിക സംഭവ വികാസങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിനും സൃഷ്ടിച്ചിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ വലുതാണെന്നും രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ വിലയിരുത്തി. പുതുതലമുറ നാടുവിട്ടു പോകുന്ന സാഹചര്യം ഭരണ സംവിധാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് തന്നെ ബോധപൂർവം സൃഷ്ടിക്കുന്നതും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിച്ച് കാണുന്നതും വലിയ വിദ്യാഭ്യാസ പ്രതിസന്ധികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്ഷണിച്ചു വരുത്തും. AICTE അംഗീകാരം നൽകിയ പുതിയ കോഴ്സുകൾക്ക് സാങ്കേതിക സർവകലാശാലയുടെ വൻ വീഴ്ചകളും കെടുകാര്യസ്ഥതയും മൂലം സംസ്ഥാനത്ത് അംഗീകാരം നൽകാതെയും പ്രവേശന കമ്മീഷണറുടെ അലോട്ട്മെന്റിൽ നിലവിൽ ഉൾപ്പെടുത്താതെയും ഇരിക്കുന്നത് നീതി നിഷേധമാണെന്നും ഇതിനെതിരെ നീതിന്യായ പീഠകളെ സമീപിക്കാൻ മാനേജ്മെന്റുകളെ നിർബന്ധമാക്കുന്നത് നിർഭാഗ്യകരമാണെന്നും ഈ നിലപാട് തിരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പ്രവർത്തന മികവ് കൊണ്ട് UGC സ്വയംഭരണ അംഗീകാരം നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അനുദിന പ്രവർത്തനങ്ങളിന്മേൽ നിയമവിരുദ്ധ നിയന്ത്രണങ്ങളും സാമ്പത്തിക ബാധ്യതയും അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനെതിരെ കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളതെന്നും ചൂണ്ടിക്കാട്ടി. വിവിധ രാജ്യങ്ങളിലെ സർവകലാശാലകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ എന്നിവരുമായി സഹകരിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളെ കൂടുതൽ സജീവമാക്കുമെന്നും വിശദമാക്കി. യോഗത്തിൽ കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജോസ് കുറിയേടത്ത് ആമുഖ പ്രഭാഷണവും എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ വിഷയാവതരണവും നടത്തി. ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, ഫാദർ ആന്റണി അരയ്ക്കൽ, റവറന്റ് ഡോക്ടർ റോയി പഴയപറമ്പിൽ, റവറന്റ് ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, ഫാദർ ജസ്റ്റിൻ അലുക്കൽ, ഫാദർ ജോൺ പാലേക്കര, ഫാദർ AR ജോൺ, ഫാദർ ആൻഡോ ചുങ്കത്ത്, റവറന്റ് ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത്, റവറന്റ് ഡോക്ടർ ജെയ്സൺ മുളേരിക്കൽ, ഫാദർ ജോജോ അരീക്കാടൻ, പ്രൊഫസർ ഡോക്ടർ VP ദേവസ്യ, പ്രൊഫസർ ഡോക്ടർ സാംസൺ A എന്നിവരും സംസാരിച്ചു. ഷെഗിന ന്യൂസ്, കൊച്ചി.